നിത്യജീവനെക്കുറിച്ചാണ് പറയണത്. നിത്യജീവനെക്കുറിച്ച് പറയുന്ന വചനങ്ങളിൽ അംഗഹീനത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമോ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ നിത്യജീവൻ ഇവൻ്റെ തലക്ക് പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, പാപത്തിന് വേണ്ടി വെറുത്ത് ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവിക്ക് തന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഇതാണ് ഈ വിഷയം. എന്താ വിഷയം? നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും. ഒന്നെന്താണ്? പൂർണ്ണമായി കാലിബിനെ പോലെ അനുഗമിക്കും. പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക് തിരിച്ചു പോരണമെന്ന് തോന്നാതെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുന്നതിൽ ഇവനെന്താ പറയണത്? അനിലെന്താ പറയണത്? ഞങ്ങളുടെ വീട്ടിൽ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട്. എന്താ കാര്യം? ഭയങ്കര കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വളയും. റെയ്ഡ് ചെയ്യണ പോലെ വീട് വളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസെ പാത്തിരിക്കും. ഓരോ മനുഷ്യന്മാർ ജീവിക്കണ ജീവിതം കണ്ടില്ലേ? അതിൽ വൈഫ് പുറത്തേക്ക് പറയും, അനിലിവിടെ ഇല്ല, അനിൽ പുറത്ത് പോയിരിക്കണമെന്ന് പറയും. അങ്ങനെ കുറേ നേരം അവർ നിന്നുവെച്ചാൽ അവർ പുറത്ത് പോകും. ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരുന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ്പെടുത്തപ്പോൾ ഇത്തേ പറഞ്ഞോളൂ, എൻ്റെ തുഴച്ചിൽ കൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത്. എൻ്റെ വൈഫിനൊരു 7000 രൂപ കിട്ടണ ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരിക്കാൻ ജീവിക്കാൻ പറ്റും. ആ ഉടമ്പടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിക്ക് കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ. ആ മനുഷ്യന് 70,000 രൂപ ചോദിക്കണത്. 7,000 രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് കക്കൂസ് കഥ കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് അറിയാമോ? ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ നോക്കണം. ഒരു മാസം 2 ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കണം. ഞാൻ വെളുപ്പിന് 4 മണിക്ക് സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 7,000 രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് 10 ഇരട്ടി 70,000 ആക്കിക്കൊള്ളുക. ഇതങ്ങനെയല്ലല്ലോ. 30 ഇരട്ടി കൊടുക്കണം. 30 ഇരട്ടിയൊന്നുമല്ല. എത്രയാണെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ആ ജീവിതത്തിൽ നിന്നെല്ലാം ഈ ഉടമ്പടി, അതാണ് ഈ ഉടമ്പടിയിൽ ഇങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടും. കാര്യം അനിലെന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി അല്ല. അതാണ് രസം. നമ്മളെ ഞെട്ടിപ്പിച്ചുള്ള പ്രശ്നം ഇതാണ്. ഫ്രഷ് ഹാൻഡാണ്. അതിനാൾ പറയുന്നുണ്ട്, അമ്മയടുത്ത് വന്നപ്പോൾ അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത്, ഈശോയാണ് നിത്യജീവൻ എന്നെ കാണിച്ചു തന്നത്. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചങ്ങോട്ട് പോകും. നിത്യത വരെ സഞ്ചരിച്ചു പോവുകയാണ്. ചുമ്മാ കണ്ണീരിൻ്റെ ഒരു കടലിൽ നിന്ന് ഈ മനുഷ്യൻ കരകയറിയിട്ട് സ്വർഗത്തിൻ്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയാണ്. അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മനുഷ്യന്മാർ കീഴടക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ് കർത്താവിനെ വിശ്വസിക്കാത്തത്? ഇങ്ങനെ ഒരു സാക്ഷ്യമാണ്. എത്ര സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണത്. എന്താ കാര്യം? ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ്. അതിന് ബുദ്ധിപരമായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. ഒന്നെന്താണ്? നിങ്ങൾ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനെ അറിയാത്തവർ അറിയും. അതാണ് ഇതിൻ്റെ ആകപ്പാടെ ഉള്ളത്. ഇത് പിന്നെ ബാക്കിയെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോട് ജീവിക്കുന്നതും പരസ്നേഹത്തോടെ ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും
പക്ഷേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട്. ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ്. വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ നടക്കും. പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലേബിനെ നയിച്ച അരൂപി വ്യത്യസ്തമായിരുന്നു എന്നും 14:24 വായിക്കും. സംഖ്യ 14:24 വായിച്ചില്ലേ? കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. കാര്യം എന്താണ്? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു. ഈ പൂർണ്ണമായി അനുഗമിക്കണതുണ്ട്, അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത്. ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും. അതാണ് വിഷയം. അതാ ഭാഗിക അനുഗമനം. ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ്. മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും. മനസ്സിലല്ലേ? ക്രിസ്ത്യാനികളൊരു വർഗ്ഗമുണ്ട്. ഏത് ചീക്കത്തോട് കണ്ടാലും ആൾക്കാർ മുക്കിയെടുക്കുന്ന വർഗ്ഗമുണ്ട്. അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട്. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കാര്യം കണ്ടാൽ അവരപ്പം തന്നെ മുങ്ങിക്കളയും. അതാണ് ഭാഗികമായ അനുഗമനം എന്ന് പറയുന്നത്. യെസിൻ്റെ കൂടെ മുന്നേ പോകും. ഞാൻ വെച്ചത് ജോലിയുടെ കാര്യമാണ്. ജോലി കിട്ടിയല്ല, തീർന്ന്. പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ? എപ്പോഴെങ്കിലും മുങ്ങിക്കിടന്നാൻ പറ്റുമോ? ദൈവത്തിൻ്റെ തിരുസന്നിധി മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് പൊങ്ങണ്ടേ? പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ? ആ പൊങ്ങേണ്ടി വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് അറിയാം, ഇത് കാലേബല്ല, ഭാഗികമായ അരുവിയേ ഉള്ളൂ, തിരിച്ചുപോക്ക് കയറത്തിയാണെന്ന് പറയും. തിരിച്ചു പോണ ആൾക്കാരുണ്ടാവും. കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ ഉടമ്പടിയിൽ 1,00,000 ആൾക്കാരുണ്ട്. അങ്ങനെ ഉടമ്പടിയിൽ 1,00,000 ആൾക്കാരുണ്ട്. കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും. കാര്യം കണ്ടു കഴിയുമ്പോൾ 2 സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും. പിന്നെ പഴയ അരൂപിയില്ല, ജീവിതമില്ല. പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും ഒക്കെ ആയിട്ട് അവർ പഴയ ലോകത്തിലേക്ക് പോകും. പോകാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ പോകുന്നവരെ കുറിച്ചാണ് ബൈബിൾ പറയണത്. ആരാണ് തിരിച്ചു പോണത്? അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ എൻ്റെ വാഗ്ദാന നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി, പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, തിരിച്ചു പോകാനുള്ള പ്രവണത. എന്തെങ്കിലും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന് ജീവിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോകും ചില ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ പൗശന്യം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നതയൊക്കെ ആയിട്ട് പഴയ ലോകത്താനായി പോകും. പിന്നെ കുമ്പസാരമില്ല, കുർബാനയുമില്ല, പഴയ ജീവിതത്തിലേക്ക് പോകും. തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയണത്, കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ പൂർണ്ണമായിട്ട് എന്നെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവനെന്നെ പൂർണ്ണമായി എന്ന് പറഞ്ഞ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ പൂർണ്ണമായി അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു പോകാത്തതിനെയാണ്. ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ്. ഇപ്പം ഞാൻ ഓർക്കുകയെ, നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷെ ഉടമ്പടി ധ്യാനം കൂടുന്ന 3 ലക്ഷം പേരാണല്ലോ. ബാക്കി 9 ലക്ഷം പേരെന്ത് തിരിച്ചു പോയി? അത് കറക്റ്റല്ലേ? ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന എത്ര പേരാണ് ഒരാഴ്ചയിൽ? 3 ലക്ഷം പേര്. ബാക്കി 7 ലക്ഷം പേരെന്ത് ചെയ്യും? അവരാ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം. തിരിച്ചു പോയവരെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത്? അവരുടെ ചൈതന്യം, അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കണത്? അവർ വാഗ്ദാന നാട് പ്രാപിക്കുകയില്ല. ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:3-4 എടുത്തേ. സംഖ്യ 14:3-4. വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാ? കലേബിനെ പോലെ അല്ല, വേറെ കുറച്ച് ആൾക്കാരോടെ ഉണ്ടല്ലോ മോസസിന്റെ കൂടെ.
അവരും ഉറ്റുനോക്കാൻ പോയ ആൾക്കാരാണ്. അവർ വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും. ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും, ഇപ്പോൾ ചില ആൾക്കാർ എന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ. പലതരത്തിലല്ല, ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ വിവാഹം വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളനുസരിച്ച് അപ്പുറത്ത് നടക്കണില്ല. അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു, എടി നീ ഇപ്പം ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ? ആണ്. അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ്. മകളെ കാണാതെ അപ്പന് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം? ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം, നടക്കുന്ന കാര്യമാണ്. അതായത് ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും. ചില പെൺമക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാളോങ്ങി നിൽക്കും. അതാണ് കലിയ പറയണത്, വാളാണല്ല വരണത്. അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അവരുടെ താല്പര്യം നടപ്പം ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു 6 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ ഒരുത്തിനെ കെട്ടി, അതിനകത്ത് പിള്ളേരുണ്ട്. ഇപ്പം എന്നാ പറഞ്ഞാൽ അവനെ ഉപേക്ഷിക്കാൻ പോയി. 3ാമത്തെ ഉപേക്ഷ ഇപ്പോൾ കഴിഞ്ഞെന്നാണ് തോന്നണത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങൾ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചൊക്കെ ജീവിക്കും. പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ, ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ. ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കണത്, നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കണത്. അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ്. ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ. അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല, അവർ പോയിക്കണം. അവരുണ്ടായിട്ട് നമ്മിങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ മനസ്സ് ദൈവത്തിന് നകലെയാണ്. അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഇതിന് നകലെയാണെന്ന്. ശ്രുതികടെ ഹല്ലേലൂയ, ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:8. മത്തായി 15:8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചുപോയി. ആ ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല, തിരിച്ചുപോയി. അതാണ് വിഷയം. തിരിച്ചുപോക്കുകാരെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബനെ ഉയർത്തിക്കിട്ട് പറയും, ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ്. ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ്, ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു. മറ്റേതെന്താണ്? തിരിച്ചു പോയിരിക്കുന്നു. കലേബാണ്. കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ പറയണത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അവർ പറയണത്. അതുകൊണ്ട് എന്താ പറയണത്? സംഖ്യ 14:3-4 എടുത്ത് വായിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? ഇതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അതാ വിഷയം. ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത്. കലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ്. എന്താ പറഞ്ഞത്? കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തിരിച്ചു പോകാത്ത കാലേബിനെ പോലെ പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ആകർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ തിരിച്ചുപോക്കുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബൈബിളിൽ ഇതിൻ്റെ ഒരു രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മൂലം കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും. അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത്? കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ. നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം, അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ട് വരുന്നുണ്ട്. അതറിയണമെങ്കിൽ മർക്കോസിന്റെ 2:4 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 2:4 ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവം എന്നറിയാവോ? എന്താ സംഭവം? കർത്താവ് കഫർനാമിലൊരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും. അപ്പോഴേ ഒരു തളവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ വാദിക്കാൻ വരുമ്പോൾ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടുകൈ കൊണ്ട് ഇടിച്ച് അവർ ഓടിക്കും. അവരെന്നാ ചെയ്ത് സൈഡിൽ കൂടി, ഈ ഇസ്രായേലിൻ്റെ വീടല്ലേ, ഈ ചത്രം പോലെ ഇരിക്കും, സൈഡിൽ കൂടി ചെറിയ സ്റ്റെയർകേസുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ കയറി മുകളിൽ ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ്. അവിടെ നമ്മുടെ മേൽക്കൂര പോലെ അല്ല, തട്ടിയാണ്. തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ 4 കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ്. ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത്. മത്തായി 2:4 പറയണത് എന്താണ്? ഒന്ന് പറഞ്ഞ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ 4:5 എന്താ പറയണെന്ന് നോക്കിയേ, വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലിറങ്ങി വരികയാണ്. ചുറ്റും നിലക്കൂട്ടം നടക്കി ഈശോ ഇരിക്കുകയാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെയാണ്? ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ, 4 പേര്, അവരാണല്ലോ ഈ ആളെ പൊക്കി കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെടണത്. കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ്. ആ വീട്ടുകാരവിടെ നിന്ന് തെറി പറയുന്നുണ്ടാകും. കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാശ് വേറെ വരും. നിൻ്റെ തന്ത കാശ് മുടക്കുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാരവിടെ നിന്നുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിപാടി നടക്കണില്ല. അത് കാരണം ഇവനെ ബലം പ്രയോഗിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അവന്മാരുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ. ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി തെമ്മാടിത്തരം കാണിച്ചാലും പെര പൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല. നിങ്ങളെ പെര പൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വിട്ടു കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ മുഷ്കന്മാരും തലവഴിക്കാരും തോന്നിവാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കാര്യം മനസ്സിലായില്ല? കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത്. കാര്യം നടക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത്. തെമ്മാടിത്തരം തോന്നിവാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല.